പ്രിയമുള്ളവരെ, നാം ഇന്ന് ഓർക്കുന്നത് ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തി സുവിശേഷത്തിൻ്റെ സാക്ഷിയായ വിശുദ്ധ മത്തിയാസിനെ കുറിച്ചാണ്. യേശുവിൻ്റെ 12 അപ്പോസ്തോലന്മാരുടെ ഗണത്തിലേക്ക് ഏറ്റവും ഒടുവിലായി ചേർക്കപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ മത്തിയാസ്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് പുറത്തായപ്പോൾ പ്രാർത്ഥനയിലൂടെയും ദൈവഹിതത്തിലൂടെയുമാണ് മത്തിയാസ് ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. സുവിശേഷ പ്രഘോഷണത്തിനായി തൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ച അദ്ദേഹം ആദ്യകാല സഭയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തോലന്മാരുടെ എണ്ണം 12 പൂർത്തിയാക്കാൻ പത്രോസ് ശ്ലീഹായുടെ നേതൃത്വത്തിൽ സഭ തീരുമാനിച്ചു. യേശുവിൻ്റെ സ്നാനം മുതൽ സ്വർഗാരോഹണം വരെ അവിടത്തോടൊപ്പം ഉണ്ടായിരുന്നവരിൽ നിന്നായിരിക്കണം പുതിയ അപ്പോസ്തോലൻ എന്ന് നിശ്ചയിച്ചിരുന്നു. മത്തിയാസ്, ബാർസബാസ് എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് എന്നിങ്ങനെ 2 പേരെയാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. അപ്പോസ്തോലന്മാർ പ്രാർത്ഥിച്ച ശേഷം കുറിയിട്ടപ്പോൾ അത് മത്തിയാസിനാണ് വീണത്. അങ്ങനെ അദ്ദേഹം 12 ശ്ലീഹന്മാരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടു. പന്തക്കുസ്ത തിരുനാളിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മത്തിയാസ് പല ദേശങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ പോയി. ഐതിഹ്യങ്ങൾ അനുസരിച്ച് അദ്ദേഹം കപ്പദോക്യയിലും കാസ്പിയൻ കടലിൻ്റെ തീരങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു. യഹൂദർക്കിടയിൽ ക്രിസ്തുവിനെക്കുറിച്ച് ധീരമായി സംസാരിച്ച അദ്ദേഹം അനേകരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. തൻ്റെ വിശ്വാസത്തെ പ്രതി അദ്ദേഹം കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. AD 80 ജെറുസലേമിൽ വെച്ച് കല്ലെറിഞ്ഞും പിന്നീട് ശിരച്ഛേദം ചെയ്യപ്പെട്ടുമാണ് അദ്ദേഹം രക്തസാക്ഷിയായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ മത്തിയാസിൻ്റെ തിരുശേഷിപ്പുകൾ പിന്നീട് റോമിലേക്ക് കൊണ്ടുവരികയും വിശുദ്ധ ഹെലേന രാജ്ഞി അവ ജർമ്മനിയിലെ ട്രയറിൽ സ്ഥാപിക്കുകയും ചെയ്തു. മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്കും വസൂരി രോഗങ്ങൾക്കും മാരകമായ മുറിവുകളാൽ കഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയുള്ള മധ്യസ്ഥനായി ഇദ്ദേഹം വണങ്ങപ്പെടുന്നു. വിശുദ്ധ മത്തിയാസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവിളിയുടെ മഹത്വമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് വീണുപോയ യൂദാസിന് പകരമായി വന്ന മത്തിയാസ് തൻ്റെ വിശ്വസ്തത കൊണ്ട് ആ പദവിക്ക് അർഹനാണെന്ന് തെളിയിച്ചു. മെയ് 14 അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദൗത്യങ്ങൾ വിശ്വസ്തയോടെ പൂർത്തിയാക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം.